രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ നിരന്തരം അഭിപ്രായം പറയുമായിരുന്നില്ല എം.ടി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യസ്നേഹത്തിന്റെയും പ്രകൃതിയോടുള്ള കരുതലിന്റെയും രാഷ്ട്രീയമായിരുന്നു ആ മനസ്സിൽ. ചിലപ്പോഴെല്ലാം എം.ടി. പ്രതികരിച്ചിട്ടുണ്ട്. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്നത് ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്ന് എം.ടി. വാസുദേവൻ നായർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു. അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി. അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായി നടത്തിയ പ്രസംഗത്തിൽ എം.ടി. തുറന്നടിച്ചു. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ.എം.എസ്. എന്നും ശ്രമിച്ചെന്നും നേത്രപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നത് അതുകൊണ്ടാണെന്നും ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ എം.ടി. പറഞ്ഞു. ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്ന വാക്കുകളോടെ പ്രസംഗം ആരംഭിക്കുകയായിരുന്നു എം.ടി. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയാണ്. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്നുവെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ്. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുന്ന പതിവ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിലെ മഹാരഥന്മാർക്കില്ലെന്നും ഇ.എം.എസ്. അങ്ങനെയായിരുന്നില്ലെന്നും എം.ടി. പറഞ്ഞു. സത്യം പറഞ്ഞാൽ എം.ടിയുടെ ഈ പറച്ചിലിൽ പിണറായി വിജയന്റെ മുഖഭാവം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പലപ്പോഴും കൊള്ളുന്നിടത്ത് കൊള്ളിച്ചു തന്നെയാണ് എം.ടി. തന്റെ വാക്കുകളിലൂടെ ആയുധങ്ങൾ തൊടുത്തത്. ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. അതേസമയം നിമിത്തമല്ലാതെ ചരിത്രപരമായ ആവശ്യകതയായി മാറിയ നേതാവായിരുന്നു ഇ.എം.എസ്. എന്ന് എം.ടി. പ്രസംഗത്തിലൂടെ വിലയിരുത്തുകയായിരുന്നു. ഇത് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റി. എന്തായാലും രാഷ്ട്രീയ ഭേദമന്യേ തുറന്നടിക്കുന്ന പ്രകൃതമായിരുന്നു എം.ടിയുടേത്. അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാനാകാത്ത വിധം പല രാഷ്ട്രീയ പ്രവർത്തകരും പെട്ടുപോയിട്ടുണ്ട്. അതേസമയം മരണം പിറവി പോലെ തന്നെ ജീവിതത്തിലൊരു പ്രധാന ചടങ്ങാണ്, ആഘോഷമാണ്. സ്വർഗം തുറക്കുന്ന സമയത്തിൽ എം.ടി. ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ തന്റെ മരണത്തിൽ എം.ടി. അതൊന്നും ആഗ്രഹിച്ചില്ല. വിടവാങ്ങലിന് വിഖ്യാത സാഹിത്യകാരൻ തെരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിനം തന്നെയായിരുന്നു. പ്രത്യാശകൾ അവസാനിക്കുന്നില്ലെന്ന് ലോകം വിളിച്ചു പറയുന്ന ദിവസം അക്ഷരങ്ങളെ വിപ്ലവത്തിന് ആയുധമാക്കിയ എഴുത്തുകാരൻ വിടവാങ്ങുകയും ചെയ്തു. സാഹിത്യകാരനായും സിനിമാക്കാരനായും പത്രാധിപരായും സംഭാവനകൾ നൽകിയ എം.ടി. പക്ഷേ ഒരു പൊതുദർശനം പോലും വേണ്ടെന്ന് നേരത്തെ കുടുംബത്തെ അറിയിച്ച് അദ്ദേഹം മടങ്ങി. അക്ഷരാർത്ഥത്തിൽ ആഘോഷങ്ങൾ മരണത്തിലും പാടില്ലെന്ന് എം.ടി. ആഗ്രഹിച്ചിരുന്നു. ജീവൻ നിലനിർത്താൻ വെന്റിലേറ്റർ സൗകര്യം പോലും എം.ടിക്ക് അംഗീകരിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മരണമെന്ന സത്യത്തെ നിർഭയം ഏറ്റുവാങ്ങിയ കഥാകാരൻ ആർഭാടങ്ങളൊന്നും വേണ്ടെന്ന് വെച്ച് മടങ്ങുകയാണ്. തന്റെ രചനകളിലൂടെ കാലത്തെ അതിജീവിച്ചും എം.ടിയുടെ ഓർമ്മകൾ നിലനിൽക്കും. കാലാതീതമായി എം.ടി. നിലകൊള്ളുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്.